കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ദൈവം നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ദേവാലയത്തിൽ അധികം പേർക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യമാണല്ലോ. പലരും ഭവനങ്ങളിൽ നിന്ന് ഓൺലൈനായി ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. ദേവാലയത്തിലും ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ പ്രാർത്ഥനയോടുകൂടി നാം ഒരുങ്ങിയിരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നഗരങ്ങളെ കൊടുക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചക്കാലം അവിടെ ഞങ്ങളെ പരിപാലിച്ചു. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തി. ആ ദൈവകൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവവേദന കൂട്ടമായിട്ട് ഈ ദേവാലയത്തിലും ഭവനങ്ങളിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഭാരത്താലോ വേദനയാലോ രോഗത്താലോ പ്രയാസത്താലോ ഈ ആരാധനയെ സംബന്ധിക്കുന്നുവെങ്കിൽ അവരെ അവിടെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ആവശ്യമായ കൃപയെ അവർ പ്രദാനം ചെയ്ത് സഹായിക്കുകയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈ ആരാധന ആദ്യമുള്ള അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് മശിഹാമൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും ആദരവുമായി ഞാൻ 23-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 23. We're so
ദൈവാത്മാവാകുന്നവനെ നമസ്കരിക്കുന്ന ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിൽക്കുകയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസത്തിൽ നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അകലങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും ഭാഗ്യാർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമാക്കുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നതെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യതമില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലരെയും ഒക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തൻ നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വന്തത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം വഴി സർവത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെ ചെയ്തു പോയ സകല കുറവുകളെ കുറ്റങ്ങളെ നമുക്ക് ദിവസത്തിൽ ഏറ്റു പറയാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി എന്ന് പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തി മഹാകരുണാമേ, വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിക്കുവാനായിട്ട് പാപമോചനവും സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക.
യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ വരഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അനുഗ്രഹിക്കുന്ന ജലവാന്റെ കൈകളെ ആളുകളും തന്നെ. പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നിൽക്കുന്ന സങ്കീർത്തനം വായിക്കുന്നു. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയിലെ അധികളൊക്കെയും അവനെ ഭയപ്പെടുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. കാലത്തേക്കാൾ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ദാരിദ്ര്യവാദത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 21-ാം വാക്യം. ദാരിദ്ര്യവാദത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം വെളിപ്പെടുത്തുകയും യെഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യെഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തന്റെ ദൈവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദൈവന്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ശുശ്രാംഗന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്ധതയിലും കുലീനന്മാരിലും വെച്ച് അണുഭവമില്ലാത്തവരും സുന്ദരന്മാരും സകല നേതൃത്വ നിപുണന്മാരും അറിവ് സമർത്ഥന്മാരും വിദ്യാനികളും രാജധാനിയിൽ പരിചരിക്കാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കളവേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. രാജാവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീട്ടിൽ നിന്നും നിത്യത്തിൽ നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസ്ഥാനത്തിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാരുണ്ടായിരുന്നു. ക്ഷണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് ബേൽശസ്സർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മീശായേലിന് മേശക് എന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ മോശം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്നും ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധപ്പെടുത്താൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിനും ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനെയും ഹനന്യാവിനെയും മീശായേലിനെയും അസര്യാവിനെയും വിചാരകനായി നിയമിച്ചിരുന്ന ബെൽശസ്സറിനോട്, അടികളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിരുവാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ വസ്ത്രമുണ്ടോ എന്ന് നോക്കട്ടെ. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ
നീ ഒത്തുനോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയനോട് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവനെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ ബെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞു നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം കഴിഞ്ഞപ്പോൾ ഷണ്ഡാധിപതിയുടെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായ ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതൊക്കെയും അവരെ തന്നെ രാജ്യത്തെല്ലാടവുമുള്ള സകല മാന്ത്രിക വിദ്യകളിലും ആഭിചാരികന്മാരിലും 10 ഇരട്ടി വിശേഷന്മാരെന്നും കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ ജീവിച്ചിരുന്നു. ഇങ്ങനെ ഇവിടെ പാടാൻ ശ്രമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സെക്രട്ടറിയാവിന്റെ പാട്ട് വാക്കുമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ വായിക്കുന്നവന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ വിസ്തുതിയിലും നീതിയിലും തന്നെ ആരാധനമാർ നമുക്ക് കൃപ നൽകുമെന്ന് ദൈവവേദന അത്യുന്നത പ്രവാചകൻ നിർമ്മിക്കപ്പെടുന്ന കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും അറിഞ്ഞിരിക്കുന്ന പ്രകാശത്തിൽ നമ്മുടെ കാര്യങ്ങളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ 2-ാം പാഠം വായിക്കുന്നു. ആരാധനകൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 2-ാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം 9 മുതൽ 16 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ 9 മുതൽ 16 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പി. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു ഉപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാരിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാനൊരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇങ്ങനെ 2-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം മുതൽ 33-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പി. വിശുദ്ധ സുവിശേഷം എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം മുതൽ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യ കടുകുമണിയോട് സദൃശം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വായിലിട്ടു.
സസ്യങ്ങൾ ഏറ്റവും വലുതായി ആകാശത്തിന്റെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അവൻ മറ്റൊരു കുമാരനോട് പറഞ്ഞു, സ്വർഗരാജ്യം വൃക്ഷമാവുന്ന സദസ്യം അത് ഒരു സ്ത്രീ എടുത്ത് 3 പറമാവിൽ എല്ലാം കുറിച്ച് വരുവോളം അടക്കി വെച്ചു. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. നിൽക്കവേ തന്നെ ഞാൻ കീർത്തനങ്ങൾ 199 കീർത്തനം പാടാം. കീർത്തനം 199. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവവചനത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളും ഞങ്ങളുടെ മേലെ അവിടെ നയിക്കണമേ.
അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെത്താനും അവിടുത്തെ പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ഇരിക്കാം. പെന്തക്കോസ്തിൽ വരുന്ന 13ാം ഞായറാഴ്ചയായ ഇന്ന് മതബഹുല സമൂഹത്തിലെ ക്രൈസ്തവ സാന്നിധ്യം എന്നതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. വളരെ ചിന്തിക്കുകയും സന്തോഷത്തോടുകൂടി നാം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയം കൂടെയാണല്ലോ ഇത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളാണല്ലോ. നാം ഒരു ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം, ഒരു ദിവസങ്ങളിൽ കൂടെയാണല്ലോ. ലോകത്തുള്ള എല്ലാ മലയാളി സമൂഹവും ഒരു സന്തോഷത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു രോഗഭീതി നിലനിൽക്കുമ്പോൾ ഒന്നിച്ചു കൂടി വന്ന ആ സന്തോഷത്തിൽ പങ്കുവയ്ക്കുവാൻ പലരും വൈമുഖ്യം കാണിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ തന്നെയും ആ സന്തോഷം നാം പങ്കുവയ്ക്കുന്നു. ആ ഒരു അനുഭവം എല്ലാ വർഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമാകുന്നതല്ലോ. എന്നാൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസ സമൂഹം നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എപ്രകാരമായിരിക്കണം എന്നത് നാം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ചുറ്റുപാടുകൾ നാം നോക്കുമ്പോൾ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. തങ്ങളുടെ ആചാരവും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ മതവുമാണ് ശ്രേഷ്ഠം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. നാം ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇന്നത്തെ ചുറ്റുപാടുകളിൽ നാം കാണുന്നു. ലോക ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു സംഘം ചെറിയ ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമാധാനവും സന്തോഷവും അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മതത്തിൽ നിന്ന് അതാണ് മനുഷ്യന് ലഭിക്കേണ്ടത്. എന്നാൽ ഇന്ന് മതം മനുഷ്യ മനസ്സുകളെ കലുഷിതമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. ഇവിടെയാണ് ക്രൈസ്തവ സാന്നിധ്യത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നാം വളരെ ചിന്തിക്കേണ്ടത്. സമാധാനകാംക്ഷികളായി സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ അസ്വസ്ഥതകളും അസമാധാനങ്ങളും സഭകൾ തമ്മിലുള്ള സ്പർദ്ധയും വിദ്വേഷങ്ങളും പള്ളി പിടിച്ചടക്കലും ഇന്ന് നാം പത്രമാധ്യമങ്ങളിലൂടെ മറ്റു രീതികളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ സമൂഹം മറ്റു മതങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി തീരുന്ന സാഹചര്യമാണ് ഇന്ന് നാം കാണുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ക്രൈസ്തവ സമൂഹം ക്രിസ്തുവിനെ വിഭജിച്ചുകൊണ്ട് അവരുടേതായ വിശ്വാസത്തിന് ഊന്നൽ നൽകുന്ന ഒരു സാഹചര്യം ഇന്ന് നാം കാണുന്നുണ്ട്. ഇന്ത്യൻ ജനതയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ 2011 സെൻസസ് അനുസരിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് 2.3% മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾ 80.5%, മുസ്ലിങ്ങൾ 13.4%, സിഖുകാർ 1.9%, ബുദ്ധമതക്കാർ 0.8%, ജൈനമതക്കാർ 0.4%, മറ്റു വിഭാഗക്കാർ ആദിവാസികൾ തുടങ്ങിയവർ 0.6%. ഇങ്ങനെ മതബഹുലമായ ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ മാതൃകാപരമായി ജീവിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ദൈവം എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവോദ്ദേശം നിറവേറ്റി ക്രിസ്തുവിന്റെ പാത മറ്റുള്ളവർക്ക് വരച്ചു കാട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു സാക്ഷ്യമുള്ള സമൂഹമായി മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ പാഠഭാഗത്തെ നാം നോക്കുമ്പോൾ പാഠഭാഗത്തെ പല ചിന്തകൾ എന്ന് പറയാൻ സാധിക്കുന്നെങ്കിലും ഇന്നത്തെ പാഠഭാഗത്തെ ആസ്പദമാക്കി മാത്രമാണ് ചില ചിന്തകൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാം പാഠഭാഗമായി വായിച്ചത് അനിയന്റെ പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. അവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പിലെത്തിയ 4 യഹൂദ ബാലന്മാരുടെ കഥയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.
ജീവിതത്തിലെ വ്യത്യാസങ്ങളും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. രാജാവിന്റെ ഭക്ഷണം അവർക്ക് നൽകിയെങ്കിലും അവരത് ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല. കാരണം പേരുകൾ മാറ്റുന്നുണ്ട്. അതിനകത്ത് അവര് ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചില്ലെങ്കിലും രാജാവിന്റെ ഭക്ഷണം കഴിക്കുവാൻ അവർ താല്പര്യം. കാര്യം അവരുടേതായ ഭക്ഷണ രീതികളും ഭക്ഷണ സാഹചര്യങ്ങളും അവർ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അവർ മുമ്പോട്ട് പോയത് ആയിട്ട് നാം അവിടെ കാണുന്നത്. അവിടെ രാജാവിന്റെ കൽപ്പനകളെ പേടിച്ച് അവരുടെ സദാചാരം അവരോട് പറയുന്ന സാഹചര്യത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ ജീവിതത്തെ കുറിച്ച് അവർ പറയുന്നത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും എങ്ങനെയായിരുന്നാലും ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളെ നമുക്കറിയാം. അവരെ 3 പേരെ തീച്ചുളയിലിട്ടു, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ഈ സാഹചര്യം പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിച്ച് അവരതിൽ നിന്നെല്ലാം വിടുതൽ നൽകുന്നതായിട്ട് നാം കാണുന്നു. അവരവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ലക്ഷ്യം. അതാണ് ചിലതിനോട് നോ പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം, ഒരാർജവം ഉണ്ടാകണം. മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ, ക്രൈസ്തവ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കേണ്ടിയും മൂല്യച്യുതി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. ഇവിടെ യഹൂദ ബാലന്മാർ തങ്ങളുടെ വിശ്വാസവും ആചാരവും സംസ്കാരവും എല്ലാം മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ മുൻപോട്ട് പോകുന്നതായി നാം കാണുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് സാഹചര്യത്തെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അംഗീകാരങ്ങളും സുഖലോലുപതയും പ്രസക്തിയും ഇതൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇവയുടെ മുൻപിൽ ജീവിത മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാനായിട്ട് ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. ക്ഷമയും സ്നേഹവും കരുതലും ഐക്യവുമാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന മുഖമുദ്ര. നാം അത് തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രൈസ്തവ മൂല്യങ്ങൾ ഇവയൊക്കെയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യത്തോടു കൂടി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാനായി മറ്റു മതങ്ങളെ നടുവിൽ നാം ജീവിക്കുമ്പോൾ അവരെ കുറ്റം പറയുകയല്ല, അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ മൂല്യങ്ങളെ ഉയർത്തി കാണിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ചിന്തയായിട്ട് നാം കാണുന്നത് പത്രോസിനുണ്ടായ ദർശനമാണ്. 2-ാം പാഠഭാഗമായിട്ട് വായിച്ചിരുന്നു. അവിടെ പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു. പക്ഷെ പത്രോസിന് വിശന്നു, ഭക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ ദൈവം അനേകം സാധനങ്ങൾ ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു. പക്ഷെ ഉടനെ അവിടെ പറയുന്നു, ഞാൻ അശുദ്ധമായൊന്നും ഭക്ഷിക്കരുത്. അവിടെ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം വിശുദ്ധമാക്കിയതിനെ അശുദ്ധമെന്ന് പറയുവാൻ പറ്റുമോ? വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലും മറ്റുള്ളവരുമായിട്ടുള്ള സാഹചര്യങ്ങളിലും മറ്റു മതങ്ങളെയൊക്കെ കാണുമ്പോൾ അത് മോശമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ശരിയാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ചില വേദശാസ്ത്രജ്ഞന്മാർ പറയുന്ന പത്രോസ് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയും ആഴവും എത്രയെന്ന് അറിയാത്തത് കൊണ്ടാണ് പത്രോസ് അങ്ങനെ സംസാരിച്ചതെന്നാണ് ചില പഠിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നതിന് വ്യാപ്തിയും ആഴവും നാം ഉദ്ദേശിക്കുന്നതിലും ഉപരിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് പറയുന്നത് എല്ലാവരും ഒന്നായി ജീവിക്കണമെന്നാണ്. ഒരേ ആത്മാവും ഒരേ ശരീരവും എന്നുള്ള ചിന്തയിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്. ആ അനുഭവം മനസ്സിലാക്കി
ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ മതബഹുല സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അവയെ തിരിച്ചറിയുകയും അന്യമതത്തെ പുച്ഛിക്കുകയോ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്യാതെ അവരുടെ മതമൂല്യങ്ങളെ മനസ്സിലാക്കുവാനും ആദരിക്കുവാനും നാം തയ്യാറാകണം. മതസ്പർദ്ധ മാറ്റി, മതത്തിന്റെ അതിർവരമ്പുകൾ മാറ്റി ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും നൽകുവാനും സാധിക്കണം. അതാണ് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ക്രിസ്തു ക്രൈസ്തവന്റെ മാത്രമല്ല, എല്ലാവരുടെയുമാണ് എന്ന ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും വിദ്വേഷവും ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ ഏകോപിപ്പിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അത് വരമ്പുകളെ മാറ്റി നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവർത്തനങ്ങളോ അല്ല, ദൈവത്തിന്റെ ഉപദേശങ്ങളും ദൈവത്തിന്റെ പ്ലാൻ മനസ്സിലാക്കി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അവസാനമായി സുവിശേഷ പാഠഭാഗമായി വായിച്ച മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അവിടെ വായിച്ചത്. അവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കടുകുമണി വിതച്ചതിനെ കുറിച്ചാണ്. വയലിട്ട് അത് വളർന്നു ചെടിയായി തീർന്നു, ശിഖരങ്ങളിൽ പറവകൾക്ക് അഭയമായി തീർന്നു എന്ന് കാണുന്നു. രണ്ടാമത് പുളിച്ച മാവാണ്. പുളിച്ച മാവ് 3 പറ മാവിനെ പുലിയുള്ളതാക്കി തീർച്ചു എന്ന് കാണുന്നു. ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ച് വേദശാസ്ത്ര പഠിതാക്കളുണ്ട്. കടുകുമണിയുടെ അനുഭവം എന്ന് പറയുന്നത്, കടുകുമണിയെ കുറിച്ച് പറയുന്നത് വിശ്വാസം കടുകുമണിയോളം ഉണ്ടാകണമെന്ന്. അതുപോലെ രണ്ട് കാര്യം, കടുകുമണി ഏറ്റവും ചെറുതാണ്, പക്ഷെ അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞ അനുഭവമാണ്. അപ്പൊ ഈ പണി നടന്നു കഴിഞ്ഞാൽ അത് വലിയ വൃക്ഷമായി തീരുന്നതായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ പുളിച്ച മാവിനെ കുറിച്ച് നമുക്കറിയാം, സാധാരണ നമ്മൾ വീടുകളിൽ ഭക്ഷണത്തിന് തൈരൊക്കെ പൊളിപ്പിക്കാനായിട്ട് നമ്മൾ വെക്കാറുണ്ട്. അപ്പൊ ചെറിയൊരു അംശം ഇട്ടുകഴിഞ്ഞാൽ അത് മുഴുവൻ പുളിച്ചു മാറുന്നതായി നാം കാണുന്നു. നിസ്സാരമായ വസ്തുവാണ് കടുകുമണി, എന്നാൽ അത് വലിയ ചെടിയായി മാറുമ്പോൾ പറവകൾക്ക് അഭയമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പുളിച്ച മാവിലുള്ള ഒരു മാറ്റമാണ് അവിടെ കാണുന്നത്. അവരുടെ പ്രവർത്തനം പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടുള്ള ഈ രണ്ട് ഉപമകളാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. മാറ്റങ്ങൾ നമുക്കുണ്ടാകും. വിശ്വാസ ജീവിതത്തിൽ വിശ്വാസികളുടെ ഒരു മാറ്റം ഉണ്ടാകണം. ക്രൈസ്തവ സമൂഹം അഭയകേന്ദ്രമായി തീരണം. മറ്റുള്ളവർക്ക് ആശ്രയവും അത്താണിയുമായി തീരണം. എങ്കിലേ നമ്മുടെ ജീവിതത്തെ പ്രയോജനകരമായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദൗത്യത്തിൽ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് വിശക്കുന്നവരെയും തടവിലായിരിക്കുന്നവരെ രോഗിയെയും നഷ്ടനെയും തേടി അന്വേഷിക്കുന്ന ജീവിത സാഹചര്യമാണ് വിശ്വാസ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. സേവനതൽപരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പുളിച്ച മാവ് പോലെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സഭയ്ക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ മുൻപാകെ പരിഹാസരായി തീരാതെ മാറ്റങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യം CMS മിഷണറി പാരമ്പര്യമാണ്. കേരള നവോത്ഥാനത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ മുൻതൂക്കം നൽകിയ മിഷണറി പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമുക്കറിയാം 1816 തോമസ് നോട്ടൻ ആലപ്പുഴയിൽ വന്ന് അവിടെ സ്ഥാപിച്ച വിദ്യാലയമുണ്ട്, ദേവാലയമുണ്ട്. അതുപോലെ നമ്മുടെ ഡയസിൽ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കുവാനായിട്ട് മിഷണറിമാർക്ക് സാധിച്ചു. അപ്പോൾ അവിടെ അന്ന് വിദ്യാഭ്യാസം എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആബേൽ പിതാവിന്റെ ചരിത്രം നമുക്കറിയാം. മല്ലപ്പള്ളി പ്രദേശത്ത് വിദ്യാഭ്യാസം നൽകി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് താഴ്ന്ന ജാതികളിൽ നിന്ന് പ്രവേശിപ്പിച്ചു. സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. വളരെ പ്രമുഖമായ സാമൂഹ്യ നവോത്ഥാനത്തിന് മിഷണറിമാരിലൂടെ പ്രവർത്തനങ്ങൾ. ഇന്ന് പക്ഷേ പലരും അത് ഓർക്കുന്നില്ല, പലരും അത് വിസ്മരിക്കപ്പെടുകയാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും പാരമ്പര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും നാം നോക്കണം. പാരമ്പര്യമാണെന്ന് പ്രസക്തിക്ക് വേണ്ടിയല്ല നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ പൂർവികരെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം മനസ്സിലാക്കണം. ആരാധന പ്രഹസനമാകാതെ, വാണിജ്യവൽക്കരിക്കാതെ, ക്രിസ്തുവില്ലാത്ത സാക്ഷ്യമില്ലാത്ത ആരാധനയോ സഭയോ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ, പരസ്പരം കരുതുവാൻ, പരസ്പരം ക്ഷമിക്കുവാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പള്ളി പിടിച്ചടക്കലുകളും മറ്റുള്ളവരുടെ വസ്തുവകകൾ കൈയേറ്റം ചെയ്യുവാനും ഉള്ള ശ്രമം പലർക്കും ഉണ്ടാകുന്നത്. അത് മാറണം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നൽകിയത് ദൈവസ്നേഹമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ നോ പറയേണ്ടടുത്ത് നോ പറയുവാനായി, മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാനായി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം തിരിച്ചറിയേണ്ടത് എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കടമ എന്താണ്? ഇതൊക്കെ നാം മനസ്സിലാക്കണം. ക്രിസ്തു സ്നേഹത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. മതബന്ധുല വിശ്വാസ സമൂഹത്തിൽ ക്രൈസ്തവർക്ക് നന്മയുള്ള സാന്നിധ്യമായി മാറുവാൻ സാധിക്കേണ്ടി ഈ നാളുകളിൽ ആ ഒരു അനുഭവം, ആ ഒരു സാഹചര്യമാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ക്രിസ്തു സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് മതബന്ധുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം മറ്റുള്ളവരുടെ മുൻപാകെ പ്രകടിപ്പിക്കുവാൻ, ജീവിച്ചു കാണിക്കുവാൻ, ക്രിസ്തു സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാമുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ സന്നിധിയിൽ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കിലേക്ക് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെ അവന്റെ അൻപാദത്തിലേക്ക് ഇറങ്ങി ഒന്നാം ദിവസം ഉത്സവത്തിലേക്ക് സദസ്യവായ അവിടെ നിന്ന് ഈ വിശുദ്ധാരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. ദേവാലയത്തിലും ഭവനങ്ങളിലും നിന്ന് നാം ദൈവത്തെ ആരാധിക്കുകയാണല്ലോ. ഈ രോഗഭീതി നേരിടുന്ന സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ചുകൊള്ളട്ടെ. ഈ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം എന്നതിന്റെ പേരുകൾ വായിക്കട്ടെ. പിറന്നാൾ സ്തോത്രം നോയൽ ജോർജ് പുതുച്ചിറക്കുന്നിട്ട, ജോയന സൂസൻ ശാസ്താംഗോയ്ക്കൽ, ജിജോ വർഗീസ് തെക്കേ വീട്ടിൽ, ജിജോ വർഗീസ് കുഞ്ചൻ, ജോയന റേച്ചൽ ഷീനു ശാസ്താംഗോയ്ക്കൽ, നവോമി സൂസൻ സക്കറിയ പുതുച്ചിറമണ്ണിൽ, നോഹ ജോജി സക്കറിയ പുതുച്ചിറമണ്ണിൽ, ലിസി ഐസൻ കിഴക്കേക്കര, ആശയർ മാനുവൽ കണ്ണമ്പാറക്കാരൻ, അന്നമ്മ ജോർജ് കുന്നത്തിൽ, മനു മന്ദിപ്പിൽ ഓമത്താക്കുടി, ഏരിയാമ മന്ദിൽ കുന്നൻ, ആൻ മറിയ ജോൺ കുളത്തഞ്ച്, റോയിഷൻ ടിക്കപ്പാറ, ആൻസുബിൻ ശാസ്താംഗോയ്ക്കൽ. വിവാഹവാർഷികം സജു ജോൺ മാത്യു ബിൻസി പുതുച്ചിറ, ബോബി മാത്യു ആശ പടിവീട്ടിൽ, ബിജു ജോൺസൺ ഉണ്ടക്കൽ, മനീഷ എബ്രഹാം, അനീഷ എൽസബത്ത് തെക്കേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ നാളുകളിലും നാളുകൾ പെരുകുന്നത് അവിടുത്തെ പ്രബോധനം മാത്രം മനസ്സിലാക്കി നന്ദി ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുവാൻ, എന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വായിച്ചു നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദേവീ ആഴ്ചകളിൽ ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം.
പുതിയ വർഷം അവർക്ക് അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും വേണ്ടുന്ന പ്രദാനം ചെയ്ത് സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിച്ചതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഒരു വർഷക്കാലം ജീവിതത്തിൽ നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അവരെ സഹായിക്കണം. അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്ന് അവരെ പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തിനും വേണ്ടി വരുവാൻ കാരണഭൂതനായ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ആയുസ്സിന്റെ നാളിൽ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. ദൈവം നൽകുന്ന എല്ലാവരും ജീവിതത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കാൻ ഓരോരുത്തരവിടയാക്കണമേ. വിവാഹവാർഷം ആഘോഷിച്ചവരെയും ജന്മദിനാഘോഷിച്ചവരോട് പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമെന്ന് ശിഖാമുലയുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വിട്ടുവരിക. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സംസ്കൃതത്തിലെ മുമ്പിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടക്കാതെ ദുഷ്ടങ്ങളെ പ്രയോഗിക്കണമേ. രാജ്യവും ശക്തിയും അപേക്ഷ ലോകത്തിന്റെ ദൈവമായ ഞങ്ങളെ നിയോഗിച്ച വിതയ്ക്കുന്നവരും വളർന്നുവാനാക്കുന്നവനായ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവരെയും നിരസിക്കാതെ നിരീക്ഷിതമാരായ സഹായിക്കണമേ. ബഹുവിശ്വാസങ്ങളുടെ ജനങ്ങളുടെ മധ്യേ ഞങ്ങളുടെ സാന്നിധ്യം കളങ്കരഹിതമായിരിക്കുവാനും ദീപനദിവസം പോലെ വിശ്വാസങ്ങളെ ബന്ധപ്പെടുത്തുന്നവരായിരിക്കാനും കൃപ ചെയ്യണമേ. വിശ്വാസ ബഹുലതയുടെ പൂർത്തീകരണവും ആശ്രയവും അഭയവും നിന്നിൽ കണ്ടെത്തി സകല ജനങ്ങളിൽ നിന്നിൽ ആനന്ദിക്കുവാൻ ഇടയാക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവോടുകൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ അർത്ഥാവ് ഐക്യമെന്നതിന് ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നതിനെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യവുമാകുന്നു. നിന്റെ സംരക്ഷണത്തിനോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ശക്തിയോ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളാകുന്നൊക്കെ താഴ്ചയുടെ ദാസനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തിമായ ദൈവമേ, ഞങ്ങളുടെ സദസ്യ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തിയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസങ്ങളെ യാതൊരു കാത്തു വീഴാതെ യാതൊരു ആപത്തിലാപ്പെടാതെ നിന്റെ ഭാഗങ്ങളിലായ്മ ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകലത്തിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ മൂലം കൃപ ചെയ്യണമേ. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ആയുസ് ദൈവം നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോയപ്പോൾ ദൈവസാന്നിധ്യത്താൽ നമ്മെ നിറച്ചു. വ്യക്തികളായി, കുടുംബങ്ങളായി ദൈവം നമ്മെ വഴി നടത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കരുതലിലും കാവലിലും സംരക്ഷണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവമേ അവിടെ നിങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭകളെല്ലാം കുടുംബങ്ങളെ നമുക്ക് ദിവസത്തിൽ നോക്കാം. രോഗികളായി കഴിയുന്നവർ, പലവിധമായ പ്രയാസങ്ങളായിരിക്കുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ അനുഭവിക്കുന്നവർ, പറയാൻ വേദനകളാൽ നിറങ്ങുന്നവർ, പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളായിരിക്കുന്നവരൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിരവധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്നവങ്ങളിൽ ദൈവത്തെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കാം. ഒരു സഭയായി, ഒരു സമൂഹമായി നാം നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി ജീവിക്കുവാനും ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മതബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനും
ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ ഓർക്കാം, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഉദ്യോഗസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കാം, പ്രായമായവരെ ഓർക്കാം, പലവിധമായ ആവശ്യമുള്ള അവസരമുള്ള എല്ലാ ദൈവങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗഭീതി നേരിടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ അറിവിലും പരിചയത്തിലും സുഖമില്ലാതെ കഴിയുന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ഇടവഹായങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അധ്യക്ഷനെ ഓർക്കാം, പട്ടത്ത സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കാം, എല്ലാ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനായിട്ട് നാം ഒരുങ്ങുന്നുവല്ലോ, അതിനുള്ള ക്രമീകരണങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ അവസരങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം അറിയുന്നു. ദൈവം അറിയാവുന്നതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ആ ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളം അനുഭവിച്ചുകൊണ്ട് ആയുസ്സിന്റെ നാളിൽ മുൻപോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് നിങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാം ദേവാലയത്തിൽ ഇരുന്നു, ഭവനങ്ങളിൽ ഇരുന്നു ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്താൽ നാം നിറയപ്പെട്ട് മറ്റുള്ളവർക്ക് മാതൃകാപരമായി ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കാം. ലോകമെങ്ങുമുള്ള മലയാളി സമൂഹം വീണ്ടും ഒരു ആഘോഷത്തിന്റെ നാളുകളിലായിരിക്കുമ്പോൾ രോഗഭീതി നേരിടുന്ന ഈ സാഹചര്യങ്ങൾ ദൈവമേ ഞങ്ങളെ ഞാനുള്ളവരെയും അവിടുന്ന് പരിപാലിക്കണമേ, ശക്തീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച സകല നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല പിതാവേ, അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ട് നാട്ടുകാരത്തേക്കായിട്ട് ഞങ്ങൾ നിനക്ക് മഹാവിനിയോഗപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിൽ പരിപാലിക്കുന്നതിന് ഈ ആയുസ്സിലെ സഹായങ്ങൾക്ക് വേണ്ടി എല്ലാവരും മേലായ ലോകത്തെ വീണ്ടെടുക്കുന്ന സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ ദൈവവേദനേണ്ടതിന് നിന്നെ സേവിക്കുന്നവരെ ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്നു കഥകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പുസ്തകപ്പെടുത്തേണ്ടത് നിന്റെ സഹായമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 3 പേരുടെ നാമത്തിൽ കുടുംബ അപേക്ഷകൾ പ്രകാരം നൽകുന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ ഇടയാലാഗ്രഹങ്ങളുടെ അപേക്ഷകൾക്ക് പരമമാണ് നമുക്ക് വരുത്തി ഇഹലോക സത്യത്തിന്റെ പരിജ്ഞാനം പരലോകത്തും തീവ്രങ്ങൾ കരയണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 245 ഗീതം പാടി നമ്മുടെ സ്വാർത്ഥ വഴിപാടുകൾ സമർപ്പിക്കാം. ഗീതം 245. Glory
നമുക്ക് നാം സമർപ്പിച്ച വഴിപാടിനെ നമുക്ക് നമ്മെ തന്നെ ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല ദാനങ്ങളെ നാഥാവായ ദൈവമേ, നിന്റെ ഞങ്ങളുടെ വഴിപാട് കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെന്ന് സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വഴിപാട് കടയിൽ വഴിപാടിനെയും അത് അർപ്പിക്കുന്നതിന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശീർവാദം ദൈവത്തിന്റെ കാവൽ ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദേവാലയത്തിൽ വന്നു ഭവനങ്ങളിൽ നിന്നും ആരാധനയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഓണാശംസകൾ അറിയിച്ചുകൊള്ളട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനം